ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഫെബ്രുവരി 16, വിശുദ്ധ ജൂലിയാനയുടെ തിരുനാൾ. നിക്കതോമിയായിൽ ഒരു വിജാതീയനും ക്രൈസ്തവ വിരുദ്ധനുമായിരുന്ന ആഫ്രിക്കാനൂസിന്റെ മകളായിരുന്ന ജൂലിയാന സെനറ്റർ എലിസബസുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ജൂലിയാനയ്ക്ക് വിശ്വാസത്തെ പ്രതി മാക്സിമിനുയാനൂസിന്റെ മർദ്ദനകാലത്ത് ജൂലിയാനയ്ക്കും വളരെയധികം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. പീഡനങ്ങൾക്കൊടുവിൽ ജൂലിയാനയുടെ ശിരസ് ഛേദിക്കപ്പെട്ടു. നിക്കതോമിയ സന്ദർശിക്കാനിടയായ ഒരു കുലീന വനിത ജൂലിയായുടെ പൂജ്യ അവശിഷ്ടം ഇറ്റലിയിലേക്ക് കൊണ്ടുപോയി കമ്പാനിയായിൽ ഒരു ദേവാലയത്തിൽ സംസ്കരിക്കുകയും ചെയ്തു. ജീവിതകാലത്ത് പിശാചുമായി അവൾ നടത്തിയ സമരങ്ങളുടെ ഫലമായി ഇന്നു കാണുന്ന ചിത്രത്തിൽ വിശുദ്ധ ജൂലിയാന പിശാചിനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതായി നമുക്ക് കാണാം. വിശുദ്ധ ജൂലിയാനെ ക്രിസ്ത്യാനികൾ ഞങ്ങൾക്കു വേണ്ടി ക്രിസ്തുവിനോട് ഇന്നും എപ്പോഴും മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.